ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സാംസങ് M30s അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ആണ്. ഡീറ്റെയിൽഡ് പെർഫോമൻസ് റിവ്യൂ, ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ, സ്പീഡ് ടെസ്റ്റ്, കമ്പാരിസൺ റിവ്യൂസ് ഒക്കെ വേറെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബോക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സാംസങ് ഗാലക്സി M30s. റിയർ സൈഡിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. 6000 mAh ബാറ്ററി, 48 MP ട്രിപ്പിൾ ക്യാമറ, സൂപ്പർ എമോൾഡ് ഡിസ്പ്ലേ, ട്രിപ്പിൾ റിയർ ക്യാമറയാണ് വരുന്നത്. 8 MP അൾട്രാ വൈഡും 48 MP ആൻഡ് 5 MP ക്യാമറയും കൂടിയ ട്രിപ്പിൾ ക്യാമറയാണ് നമുക്ക് M30s വരുന്നത്. 16 MP ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. സ്ക്രീൻ സൈസ് 6.4 ഇഞ്ച് ആണ്. ഫുൾ HD പ്ലസ് ഇൻഫിനിറ്റി U ഡിസ്പ്ലേ. എക്സിനോസ് 9611 ചിപ്സെറ്റ് ആണ് M30s യൂസ് ചെയ്തിരിക്കുന്നത്. 4GB റാം, 64GB ഇൻറ്റേർണൽ മെമ്മറി. നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 512GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മേക്ക് ഫോർ ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്ത്. നമുക്കിനി ബോക്സ് തുറന്ന് അകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പതിവ് പോലെ ഒരു സിം ഇജക്ടർ ടൂൾ കിറ്റ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറണ്ടി കാർഡ്, അതൊക്കെയാണ് അതിൻ്റെ ഒപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബോക്സിനകത്ത് നമുക്കൊരു 2 amp ഫാസ്റ്റ് ചാർജർ, അതുപോലെ തന്നെ ടൈപ്പ് C കേബിളും നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഫോണിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞ് ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു അട്രാക്റ്റീവ് ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 48 MP ഒരു ക്യാമറ, 5 MP ഒരു ക്യാമറ. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ സ്മൂത്ത് ആൻഡ് റെസ്പോൺസീവ് ഡിസൈനാണ് സാംസങ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാംസങ്ങിൻ്റെ പതിവ് പോലെ തന്നെ ഒരു കുറഞ്ഞ സാർ വാല്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 0.468 ആണ് M30s സാർ വാല്യൂ. നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1.6 ആണ്. നമുക്കിനി സിം ട്രേ ഒന്ന് പുറത്തെടുത്ത് നോക്കാം. ഡെഡിക്കേറ്റഡ് മെമ്മറി സ്ലോട്ടാണോ അതോ ഹൈബ്രിഡ് സ്ലോട്ടാണോ വരുന്നതെന്ന് നോക്കാം. തീർച്ചയായും ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 2 സിമ്മും 1 മെമ്മറി കാർഡും ഒരേ സമയം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗാലക്സി M30s 512GB വരെ നമുക്ക് എക്സ്പാൻഡബിൾ ഓപ്ഷൻ ഉണ്ട്. അടുത്ത സെറ്റിങ്സ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സെറ്റിങ്സിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അബൌട്ട് ഫോൺ സെക്ഷനിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വേർഷൻ 9 ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് സെൻസർ
കുറച്ച് ഡീപ്പായിട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. മറ്റ് ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഫാസ്റ്റ്നെസ് കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫേസ് റെക്കഗ്നിഷൻ വളരെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അടുത്തായി നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. തീർച്ചയായും പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ചില ആപ്സ് നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണുള്ളത്. പക്ഷെ മെജോറിറ്റി പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തായി ക്യാമറ ഫീച്ചേഴ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. ഫോട്ടോ മോഡ്, ലൈവ് ഫോക്കസ്, വീഡിയോ, റോ മോഡ്, പനോരമ, നൈറ്റ് മോഡ്, അതുപോലെ തന്നെ സൂപ്പർ സ്ലോ മോഷൻ എന്ന് പറയുന്നൊരു മോഡും കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാമറയുടെ സെറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറയിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ വരെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അൾട്രാ HD വേർഷൻ വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് വീഡിയോയിൽ നമുക്ക് ഫുൾ HD വരെയാണ് സാധിക്കുകയുള്ളൂ. അപ്പോൾ ബാക്ക് ക്യാമറയിൽ അൾട്രാ HD വരെയും ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD വരെയാണ് നമുക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉള്ളത്. വേറെ ഒരുപാട് സെറ്റിങ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു സൂപ്പർ സ്റ്റഡി എന്ന് പറയുന്ന ഫീച്ചേഴ്സൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ വേറെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഫ്രണ്ട് ക്യാമറയാണെങ്കിലും ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡ്. നമുക്കൊന്ന് ഫോണൊന്ന് റീബൂട്ട് ചെയ്ത് നോക്കാം. വളരെ വേഗത്തിൽ തന്നെ സാംസങ് M30s റീബൂട്ട് ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് സമയം എടുക്കാതെ തന്നെ ഫോൺ സ്വിച്ച് ഓൺ ആയി വരുന്നുണ്ട്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സമ്മാനങ്ങൾ നേടാം.